ലേബി പറഞ്ഞതുപോലെ തന്നെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. പക്ഷേ ആരുടെ ഭാഗത്തുനിന്ന് ആദ്യ നീക്കം ഉണ്ടാകുമെന്നുള്ളതാണ്. ജി സുധാകരനെ സംബന്ധിച്ച് എന്നെ ഒന്ന് അങ്ങോട്ടേക്ക് എടുക്കൂ എന്ന് ഒരിക്കലും പറയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ജി സുധാകരനെ പോലൊരു നേതാവിനെ കോൺഗ്രസിന് കിട്ടിയാലുള്ള ഗുണം അതൊന്നുകൂടി വിശദമാക്കൂ ലേബി. സ്മൃതി, തീർച്ചയായും ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഇലക്ഷൻ വരാനിരിക്കുന്നു. അത് കഴിഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഏറ്റവും നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ജി സുധാകരനെ പോലെ സർവ്വസ്വീകാര്യനായ ഒരു നേതാവിനെ CPM ക്യാമ്പിൽ നിന്ന് UDF-ലേക്ക് കിട്ടുകയാണെങ്കിൽ അത് ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല സ്മൃതി നേട്ടമുണ്ടാക്കുക, കേരളമാകമാനം അതിൻ്റെ ഒരു അനുരണനം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലിജുവിൻ്റെ പ്രതികരണം ശ്രദ്ധിച്ചാലും, ലിജു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. KC വേണുഗോപാലിനെ പോലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് അവിടെ ചെന്ന് സന്ദർശിക്കുമ്പോൾ ലിജുവിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് അത് സംബന്ധിച്ച് തുറന്ന് പറയുന്നതിന് പരിമിതികളുണ്ടാകും. എങ്കിലും ലിജു പറഞ്ഞതിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാനാകുന്നത് വാതായനങ്ങൾ തുറന്നിടുന്ന പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ വാതിലുകൾ ജി സുധാകരന് മുന്നിൽ തുറന്നിടുക തന്നെ ചെയ്യും എന്നുള്ളൊരു വ്യംഗ്യമായ ശബ്ദം അതിലുണ്ട്. അതുമാത്രമല്ല, ജി സുധാകരന് മുന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലോ UDF-ന് മുന്നിലോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ KC വേണുഗോപാലിൻ്റെ സന്ദർശനം സ്വാഭാവികമായും അദ്ദേഹത്തിനുള്ള ഒരു സ്വാഗത മോദൽ എന്ന് ഔദ്യോഗികമായി പറയാൻ സാധിക്കില്ലെങ്കിലും അതൊരു സൗഹൃദ സന്ദർശനം, ഒരു സൂചന തന്നെയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഏറ്റവും നിർണായകമായ ഒരു സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഈ ജി സുധാകരനെ പാർട്ടിയിലേക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് വന്ന പോലെ അതിനെ കാണാൻ സാധിക്കില്ല. അതിനേക്കാളൊക്കെ വലിയ വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും അതിനുണ്ടാവുക. വലിയ ഈ പറയുന്ന പോലെ അതൃപ്തരായ അണികൾ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അതൃപ്തരായ അണികൾ ഉണ്ടെങ്കിൽ അവരെല്ലാം ഒന്ന് ഏകോപിപ്പിക്കാനുള്ള, അത് നേരിട്ടിറങ്ങി ഏകോപനം നടത്തിയില്ലെങ്കിൽ പോലും ജി സുധാകരൻ്റെ ഒരു വരവ് വലിയ രീതിയിലുള്ള അത്തരം ഭിന്നിച്ച് നിൽക്കുന്നവരെ മൊബിലൈസ് ചെയ്യിക്കാൻ അത് കാരണമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റാരും ഈ സന്ദർഭത്തിൽ കോൺഗ്രസ് ഉള്ളിലേക്ക് കടന്നു വരുന്നതിനേക്കാൾ വലിയ ഇമ്പാക്റ്റ് ജി സുധാകരൻ്റെ കടന്നുവരവിന് ഉണ്ടാകും. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വലിയ ഒരു കൃത്യമായ ചുവടുവയ്പ് തന്നെ ആയിരിക്കുമെന്ന് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹവും സ്വാഗതം ചെയ്യുന്നു എന്നുള്ള വാക്ക് ഓപ്പണായി പറഞ്ഞില്ലെങ്കിലും ത്രിപുരയിലും ബംഗാളിലും ആവർത്തിച്ചതുപോലെ അതൃപ്തരായ CPM അണികളെല്ലാം BJP-ലേക്ക് വരും എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചുവെങ്കിലും നിലവിലെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ജി സുധാകരനെ പോലുള്ള ഒരാൾ സ്വാഭാവികമായും അങ്ങനെ ഒരു കൂടുമാറ്റം അതിനൊരു സാധ്യതയുണ്ടെങ്കിൽ സ്വാഭാവികമായും കുറച്ചുകൂടി തിരഞ്ഞെടുക്കാൻ സാധ്യത കോൺഗ്രസ് പാർട്ടിയിലേക്ക് തന്നെയുള്ള കടന്നുപോക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എതിർപ്പും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ കരുതുന്നു. കാരണം അതിൻ്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അങ്ങനെയാണ്. ജി സുധാകരൻ്റെ കടന്നുവരവ് ഏത് നിലയ്ക്കും കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തും, അതുപോലെ തന്നെ UDF-നെയും ശക്തിപ്പെടുത്തും. അതുകൊണ്ട് തന്നെ UDF-നുള്ളിലും ഘടകകക്ഷികൾക്കുള്ളിലും അതിൽ ജി സുധാകരനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അതൃപ്തി ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ കരുതാനും സാധിക്കില്ല. അങ്ങനെ ഒരു ചുവടുവയ്പ്പിൻ്റെ തുടക്കമാണ് ഇന്ന് നടന്നിട്ടുള്ളത് എങ്കിൽ അതൊക്കെ നമുക്ക് ഔദ്യോഗികമായി മാത്രം പിന്നീട് പറയേണ്ടതും വിലയിരുത്തേണ്ടതുമായ കാര്യങ്ങളാണ് സ്മൃതി. എങ്കിലും നമ്മൾക്ക് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധ്യത തള്ളിക്കളയുന്നുമില്ല. ലിജുവിനെ പോലെ ഉത്തരവാദപ്പെട്ട നേതാവിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്ന സൗഹൃദ സന്ദർശനമാണ്. പക്ഷേ ആ സന്ദർശനത്തിന്റെ സ്വഭാവം മാറുന്ന രൂപത്തിൽ ഭാവിയിൽ കാര്യങ്ങൾ മാറിക്കൂടാ എന്നില്ല എന്ന സൂചനകൾ കോൺഗ്രസ് നേതൃത്വം നൽകിയാണ്. ലേബി സജീന്ദ്രനാണ് വിശദമായ വിശകലനം നടത്തിയത്. ഒപ്പം ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് രാകേഷ്.